ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ എടുത്തേക്കുന്നത് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഫ്രിസ്കോ എന്ന് പറഞ്ഞൊരു സിറ്റി എന്നാണെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടു നോക്കുക. എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. ഇവിടെ വെസ്റ്റേൺ രാജ്യത്തൊക്കെ നമ്മുടെ അയലോക്കത്തെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ബാക്ക് യാർഡിൽ ഇറങ്ങി ഒച്ച പാട്ട് വെച്ച് നമ്മുടെ വീട്ടിൽ കേൾക്കാമെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഇതൊക്കെ. അവിടെയാണ് ഒരു നെയ്ബർഹുഡ്, അതായത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നടു റോഡിൽ ഇത്ര ഒച്ചയും വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഡാൻസ് കളിക്കുന്നത്. ഇത്രയും താല്പര്യമുള്ളവരാണെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നാൽ പോരെ, അവിടുത്തെ റോഡിൽ കിടന്ന് കളിച്ചാൽ പോരെ. വേറൊരു രാജ്യത്തിൽ വരുമ്പം അവരുടെ സിസ്റ്റവും അവരുടെ കൾച്ചറും ഫോളോ ചെയ്യണ്ടേ, അല്ലാതെ നമ്മുടെ കൾച്ചർ അവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടം പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. അവിടെയും ഇന്ന വ്യക്തി എന്നല്ല അവർ പറയുന്നത്, ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. സാധാരണ, അതായത് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ഇന്ത്യൻസിനെ കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന പരിപാടികളാണ്. ഇപ്പോൾ ഈ സിറ്റിയാണ്, ഈ ഫ്രിസ്കോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അവിടുത്തെ സിറ്റിയിലെ മീറ്റിങ്ങിന് മൊത്തം അവിടുത്തെ ലോക്കൽ ആൾക്കാരെല്ലാം ഇന്ത്യൻസിനെതിരാണ്. കാരണം അവർ പറയുന്നത് ഫ്രിസ്കോയിൽ ഇഷ്ടം പോലെ ടെക്കീസ്, അതായത് ഈ H1B വിസയിൽ ആൾക്കാർ വന്നിട്ട് അവിടുത്തെ സ്കൂൾ സിസ്റ്റവും അവിടുത്തെ കൾച്ചർ തന്നെ മാറിയെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ ഫ്രിസ്കോയിലാണ് ഏറ്റവും കൂടുതൽ H1B വിസക്കാരുള്ളത്, അതായത് ഈ ടെക്കീസ് ഉള്ളത്. അവിടെ കൂടുതൽ ആൾക്കാരുള്ളത് എനിക്ക് തോന്നി ആന്ധ്ര, തെലുങ്കൻസ്, തമിഴിയൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരിങ്ങനെ കാണിക്കുമ്പം ആ ഒരു കമ്മ്യൂണിറ്റിക്കല്ല പ്രശ്നം വരുന്നത്, മൊത്തം ഇന്ത്യൻസ് എന്നുള്ളൊരു പേരാണ് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ?